ആർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു താളിയാണിന്ന്. താളി എങ്ങനെ ഉപയോഗിച്ചാലും നമുക്ക് 100% നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. താരം മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 13 ആണിന്ന്. ഡേ 11 നമ്മൾ സിമ്പിളായിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ പാക്കാണ് ഇട്ടത്. കഞ്ഞിവെള്ളം ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കാണുമല്ലോ. കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ തലമുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു താളിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. താളി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയുമാണ്. കഴിവതും നമുക്ക് വേലിച്ചെമ്പരത്തി അവൈലബിൾ ആണെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കണം. കാരണം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് വേലിച്ചെമ്പരത്തി. ഇനിയിപ്പോൾ ചെമ്പരത്തിപ്പൂ നമുക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഹിബിസ്കസിന്റെ പൗഡർ ആണെങ്കിലോ ജെല്ലാണെങ്കിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എല്ലാ വീട്ടിലും കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലായാലും കാണും. അപ്പം നമുക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നോർത്ത് കഴിവതും ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല ഉപയോഗിച്ചോ പാക്ക് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ താളിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയുമാണ്. കൂടാതെ നമ്മളിപ്പോൾ പേരയുടെ ഇലയും 2 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് എടുക്കാവുന്നതാണ്. പേരയിലേക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ പേരയില തിളപ്പിച്ചെടുക്കുന്ന വെള്ളമാണ് ഇനി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേരയില നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കും തോറും നമ്മുടെ ആ ഇലയുടെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഹെയർ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പാക്കുകളും നമുക്ക് വേഗം കിട്ടുന്ന ഐറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പാക്കുകളെല്ലാം ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ടൊക്കെ അറിയാവുന്നതാണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പാക്കുകളൊന്നും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നൊന്നും അല്ല. ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പാക്കിന് വേണ്ടി എടുക്കുന്ന ഐറ്റംസൊക്കെ എത്രത്തോളം നല്ലതാണ് നമ്മുടെ ഹെയറിനെന്നുള്ളത്. അതുകൊണ്ട് ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഈ പാക്കുകളെല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഐറ്റംസ് എല്ലാം കൂടി പേരയില ഇട്ട് വറ്റിച്ചെടുത്ത് ആ വെള്ളം ഉപയോഗിച്ച് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തുണി ഉപയോഗിച്ച് അരിച്ചിരുന്നു, അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. അരിച്ചെങ്കിലും ചെറിയ ചെറിയ ഇലകൾ അതിനിടയിലൂടെ കയറി വന്നിട്ടുണ്ട്. അതൊന്നും സാരമല്ല, ഇനിയിപ്പോൾ അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് പാക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ മുടി ഇപ്പോൾ കൂടുതൽ ഡ്രൈ ആണെങ്കിൽ ആദ്യം തന്നെ കുറച്ച് ഓയിൽ തേക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് ഓയിൽ തേക്കുന്നില്ല, കാരണം എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമ്മൾ ആദ്യം തന്നെ ചെറിയ രീതിയിൽ സ്കാൽപ്പിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാക്ക് കുറേശ്ശെയായിട്ട് മുടിയിലും സ്കാൽപ്പിലും മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. താളി പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ മുടിയിലും അപ്ലൈ ചെയ്യണം. പിന്നെ ഈ താളിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കിട്ടുന്ന ഐറ്റംസ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ താളി ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് സമയവും അങ്ങനെയൊന്നും ഇല്ല. രാവിലെ ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ താളി തേച്ചിട്ട് അതിനുശേഷം കുളിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ആണെങ്കിലും പാക്ക് ഇട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാവുന്നതാണ്. മുടിയിലെ താരം മുഴുവൻ മാറാനും നമ്മുടെ മുടി നന്നായിട്ട് സ്ട്രെങ്തൻ ആകാനും ഈ പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴുകി കളയാവുന്നതാണ്. അത്യാവശ്യം നല്ല തണുപ്പ് തരുന്ന പാക്കാണിത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പാക്കിട്ട് ഒരുപാട് നേരം നമ്മുടെ തലയിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചാലേ റിസൾട്ട് കിട്ടും, അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ഹോം മെയ്ഡ് പാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുടിക്ക് അതൊരു നല്ല റിലാക്സിങ് ഫീലാണ്. ഞാനിപ്പോൾ ഒരുപാട് പാക്കൊന്നും ഇന്ന് എടുത്തിട്ടില്ല, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം എനിക്കിന്ന് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. തണുപ്പ് കൂടിപ്പോയാൽ റിസ്ക് ആകുമോ എന്ന് ഓർത്തിട്ടാണ് ഞാനിന്ന് വളരെ കുറച്ച് പാക്കേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പാക്ക് സ്കാൽപ്പിലും മുടിയിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യട്ടെ. പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് നമ്മൾ ഈ പാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ മുടിക്കൊന്നും യാതൊരു പ്രശ്നവും ഇതുമൂലം ഉണ്ടാകില്ല. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ തണുപ്പിന്റെ ഇഷ്യൂ ആണ് നമ്മൾ പേടിക്കാനുള്ളത്. തണുപ്പൊക്കെ നന്നായിട്ട് ശീലമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഏത് പാക്ക് വേണമെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളുടെ തലയിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ ഈ താളി ഉപയോഗിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുകയാണ്. നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കഴുകുന്നത്. അതുകൊണ്ട് തന്നെ കഴുകുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ താളി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. ശേഷം കിട്ടിയ റിസൾട്ട് ഉറപ്പായിട്ടും കമന്റിൽ പറയണം. വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ.